പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കഴുകൻ്റെ ചിറകുകളിൽ സംവഹിച്ചു കൊണ്ടുവന്നു എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള യാത്രയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുക. അതിശക്തനായ ഫറോ റമേസസിൻ്റെ കാലത്തായിരുന്നു ഈജിപ്തുകാർ ഏറ്റവും കഠിനമായ മർദ്ദനവും അടിമത്വവും അനുഭവിച്ചത്. അത് BC 13-ാം നൂറ്റാണ്ടിലായിരുന്നു. റമേസസ് രണ്ടാമൻ ചക്രവർത്തി രാജാവിൻ്റെ ശക്തിപ്രാഭവങ്ങളുടെ അടയാളങ്ങൾ ഇന്ന് ഈജിപ്തിൽ എല്ലായിടത്തും കാണാം. ഭീമാകാരങ്ങളായ പ്രതിമകൾ, വലിയ ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, ഇതെല്ലാം റമേസസിൻ്റെ ശക്തിയുടെ പ്രാഭവത്തിൻ്റെ അടയാളങ്ങളായി അവശേഷിച്ചിരിക്കുന്നു. ഈ അതിശക്തനായ റമേസസ് രണ്ടാമൻ ഫറവോയെ ആയുധം ഉപയോഗിക്കാതെ തന്നെ പരാജയപ്പെടുത്തി ഒരു ജനത്തെ മോചിപ്പിച്ചവനാണ് കർത്താവ്. ഈ വിമോചനം അവർ അനുസ്മരിച്ചു. അവർ എന്നും അനുസ്മരിക്കണം. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനം വിഭജിക്കപ്പെട്ട കടലിലൂടെ കടന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. സുരക്ഷിതരായി കർത്താവ് അവരെ നയിച്ചു. അനുധാവനം ചെയ്ത ശത്രു സൈന്യം കടലിൽ മുങ്ങി മരിച്ചപ്പോൾ ഇസ്രായേൽ ജനം വരണ്ട കരയിലൂടെ കടന്നു പോവുകയായിരുന്നു. മരുഭൂമിയിൽ പാറയിരുന്നവർക്ക് ജലം കൊടുത്തു. ആകാശത്തുനിന്ന് മന്ന വർഷിച്ചു. അവർക്ക് തണലായി മേഘമുണ്ടായിരുന്നു. അവർക്ക് വഴികാട്ടാനായി അഗ്നിത്തൂണും മേഘസ്തംഭവും ഉണ്ടായിരുന്നു. ഈ നിരന്തരമായ പരിപാലനത്തെക്കുറിച്ച്, സംരക്ഷണത്തെക്കുറിച്ചാണ് കഴുകൻ്റെ ചിറകിൽ സംവഹിച്ചാലെന്ന പോലെ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ സംരക്ഷണം എന്നും എല്ലാവർക്കും ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന് നൽകിയ സംരക്ഷണം അതൊരു പ്രതീകമാണ്. ആ വാഗ്ദാനം, ആ സംരക്ഷണം ഇന്ന് നമുക്കും ലഭ്യമാണ്. ഏതു കടൽ കടക്കേണ്ട സാഹചര്യമുണ്ടായാലും, ഏതു വറുതിയിലൂടെയും ദുഃഖത്തിലൂടെയും കടന്നു പോയാലും, എത്ര ശക്തമായ ശത്രുക്കൾ നമുക്കെതിരായി നിൽക്കുന്നെങ്കിലും കർത്താവിൻ്റെ ശക്തമായ ചിറക് നമുക്ക് സംരക്ഷണമായിരിക്കും. ഏറ്റവും ഉയരത്തിലും വേഗത്തിലും പറക്കുന്ന പക്ഷിയാണ് കഴുകൻ. കഴുകൻ്റെ ചിറകുകൾ വേഗതയെ സൂചിപ്പിക്കുന്നതോടൊപ്പം ശക്തിയെയും സൂചിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയും സംരക്ഷണവും കരുതലും സൂചിപ്പിക്കാൻ എടുത്തു കാണിക്കുന്ന മനോഹരമായ പ്രതീകമാണ് കഴുകൻ്റെ ചിറക്. ആ കഴുകൻ്റെ ചിറകിൽ സംവഹിച്ചതുപോലെയാണ് ഇസ്രായേൽ ജനത്തെ ദൈവം കൊണ്ടുവന്നത്. അതുപോലെ നമ്മെ ഓരോരുത്തരെയും ദൈവം ഇന്നും തൻ്റെ ചിറകിൽ വഹിക്കും. അതുകൊണ്ട് ഭയം വേണ്ട. അപകടങ്ങളിൽ, പ്രതിസന്ധികളിൽ മനസ്സ് തളരാതെ, തകരാതെ കർത്താവിൽ ആശ്രയിക്കുക. അവിടുത്തെ ചിറക് നമുക്കെപ്പോഴും സംരക്ഷണം നൽകും.